മകളെ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗഫൂർ സാർ. ഇന്ന് പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഇനീഷ്യലി കാണാൻ വേണ്ടി പോകുന്നത്. എന്താണെന്നല്ലേ? യെസ്, സ്ക്രീൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിച്ച് ഇസ് ബി മൈനസ് സി എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റുകൾ എങ്ങനെ മൈനസ് ചെയ്യും എന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ആ ഒരു സെറ്റിൻ്റെ ഇതിൻ്റെയിലേക്ക് മാത്രം കിടക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ബി മൈനസ് സി എന്ന് വെച്ചാൽ ബി ഒരു സെറ്റാണ്, സി മറ്റൊരു സെറ്റാണ്. അപ്പോൾ ബി എന്ന സെറ്റ് ഇവിടെയുണ്ട്. 2 3 4 6 8 2 4 6 8 ആണ് ബി, 3 4 5 6 ആണ് സി. അപ്പൊ എന്താണ് ബി മൈനസ് സി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഷയിൽ ഒന്ന് മാറ്റി എഴുതാം. 2 4 6 8 2 4 6 8. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 4 5 6 3 4 5 6. അപ്പൊ മക്കളെ, എന്താണ് ബി മൈനസ് സി? ഞാനിപ്പോൾ ബി മൈനസ് സി ആണ് ആദ്യം പറയാൻ പോകുന്നത്. എന്താണ് ബി മൈനസ് സി? ബിയിൽ നിന്ന് സി കുറയ്ക്കുക. 2ൽ നിന്ന് എന്ത് ചെയ്യുക, ഇവിടെ 2 ഉണ്ടോ നോക്കുക. ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം രണ്ടിലും ബിയിലുള്ളതും സിയിലുള്ളതുമായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രം മൈനസ് ചെയ്തിട്ട് ബാക്കി ബിയിലുള്ളത് എഴുതണേ. 2 എഴുതണം, കാരണം 2 ഇവിടെ ഇല്ല. 4 ഉണ്ടോ? അപ്പോൾ 4 എഴുതേണ്ടതില്ല. 6 ഉണ്ടോ? 6 ഇവിടെ എഴുതേണ്ടതില്ല. 8 ഉണ്ടോ? 8 ഇവിടെ ഇല്ല. അപ്പം 8 എന്താണ്? കോമൺ ആണ്. അങ്ങനെ എന്ത് ചെയ്താൽ മതി? ഇതാണ് ബി മൈനസ് സി. ബാക്കിയുള്ള എലമെന്റ്സിന് എന്ത് ചെയ്യണമെന്നില്ല, എഴുതണമെന്നില്ല. പിന്നെ ഒരു പക്ഷേ ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 2ഉം 8ഉം നമ്മുടെ സെറ്റ് ഓഫ് യൂണിയൻ നോക്കുക. അതിൽ 2ഉം 8ഉം അല്ലാത്ത എല്ലാം എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ദാറ്റ് ഈസ് 1 3 4 പറഞ്ഞോളൂ 5 6 8 7 ഉണ്ട്, 8 ഇല്ല, 9 ഉണ്ട്. സെറ്റ് ക്ലോസ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ആൻസർ മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് അടുത്തൊക്കെ ഒന്ന് കടന്നാലോ? ഈ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയാലോ? എങ്കിൽ നോക്കാം. ഞാൻ ഈ ആൻസർ തൽക്കാലം അത് ഇറേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്തതിലേക്ക് ഞാൻ കിടക്കുകയാണ്. നോക്കിക്കോളൂ. എല്ലാവർക്കും ഫൈനൈറ്റ് ഇൻഫിനിറ്റ് അതിനെക്കുറിച്ചൊക്കെ ഡെഫിനിഷൻ അറിയുമല്ലോ. അതിൻ്റെ എയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഫൈനൈറ്റ് സെറ്റ്, എന്താണ് ഇൻഫിനിറ്റ് സെറ്റ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മക്കളെ നോക്കൂ, എല്ലാവരും നോക്കൂ. ഇഫ് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ് സച്ച് ദാറ്റ്, അതായത് എയും ബിയും രണ്ട് ഫൈനൈറ്റ് സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് നൾ സെറ്റ്. ദെൻ അതായത് എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് പ്രത്യേകം ഒന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒരു കാര്യം, ഇത് നമ്മൾ മുൻപ് പറഞ്ഞതാണ്. എ ആൻഡ് ബി വിൽ ബി ഡിസ്ജോയിൻഡ് സെറ്റ്. ആ സെറ്റുകൾ എങ്ങനെയാ? ഡിസ്ജോയിൻഡ് സെറ്റ് ആയിരിക്കും. രണ്ടും ഡിഫറെൻറ്റ് സെറ്റ് ആയിരിക്കും. എ ഒരു സെറ്റ്, ബി മറ്റൊരു സെറ്റ്. ഒരു എലമെന്റ് പോലും എന്തില്ല, ഇതിൽ കോമൺ ആയിട്ട് വരില്ല. അതാണെന്ത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഓക്കെ, സി എ ഇന്റർസെക്ഷൻ ബി ഈസ് നൾ സെറ്റ് എന്ന് പറയുമ്പോൾ എയും ബിയും ഡിസ്ജോയിൻഡ്, രണ്ടും രണ്ട് സെറ്റുകളാണ്. എലമെന്റ്സ് ഒന്നും എന്തില്ല, കോമൺ ഇല്ല. സി ദാറ്റ്. നമ്പർ ഓഫ് എലമെന്റ്സ്, ഇവിടെ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. എ യൂണിയൻ ബി എന്നുള്ള സെറ്റിൽ എയും ബിയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. ഇത്രയുള്ളൂ. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു റൂളാണ്, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഡിസ്ജോയിൻഡ് സെറ്റ് ആണ്, അതായത് കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റും ഇല്ലാത്ത രണ്ട് സെറ്റുകളാണെങ്കിൽ എ യൂണിയൻ ബി എന്നുള്ളതിനെ ടോട്ടൽ എന്ത് കിട്ടും, നമ്പർ ഓഫ് എലമെന്റ്സ് എന്നുള്ള എന്താണ് വരുന്നത്, എലമെന്റ്സ് ഇൻ എ ആൻഡ് ബി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇൻ ദ സെൻസ് ഇപ്പൊ ഞാനൊരു സെറ്റ് ചുമ്മാ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു തരാം. എ എന്ന് പറയുന്നത് 2 3, ബി എന്ന് പറയുന്നത് 1 4 എന്നാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സെറ്റ് ആണ്. കാരണം ഇവിടെ 2 3 ഇവിടെ 1 4 രണ്ടും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് പോലും ഇല്ല. അപ്പം എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 2 3 1 4 2 3 1 4, the total number of elements will be the number of elements in A plus the number of elements in B. ഇവിടെ രണ്ട് എലമെന്റ്. So A യൂണിയൻ B എടുക്കുമ്പോൾ ടോട്ടൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 2 plus 2 which is 4. ഇവിടെ 1 ഉണ്ടേ. സെറ്റ് അല്ലേ?
സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? പറയാനുണ്ടോ? യെസ്, ഇതാണ് എന്ത് നമ്മളുടെ കാര്യങ്ങൾ. ഇനി ഇതേ രണ്ട് ഡിസ്ജോയിന്റ് സെറ്റ് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റത്തെ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാണ്, നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ഡിസ്ജോയിന്റ് സെറ്റ് അല്ല, ഡിസ്ജോയിന്റ് അല്ലാത്ത സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്ത് സാധനം ഇല്ലേ? യെസ്, നമ്മൾ അതെന്താണെന്ന് പറയാൻ വേണ്ടി പോവാണ്. നോക്കല്ലേ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഡിസ്ജോയിന്റ് അല്ലാത്ത സെറ്റ്. ഡിസ്ജോയിന്റ് അല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ട് വരുന്ന എന്തോ ഒരു സാധനം. നോക്കിക്കോ, എ ഒരു സെറ്റാണ്, 1 2 3 4. ബി 2 3 4, ഇതാണ് ബി. സെറ്റ് അല്ലേ? യെസ്. എ യൂണിയൻ ബി. എന്താണ് എ യൂണിയൻ ബി? പറയൂ, എന്താണ് എ യൂണിയൻ ബി? എയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ടല്ലോ. 1 2 3 4. 1 2 3 4, 2 3 4. അപ്പോൾ രണ്ടിൻ്റെയും എയും ബിയും അതിൻ്റെ രണ്ടിൻ്റെയും യൂണിയനായി. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എത്രയാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എത്രയാണ്? നിങ്ങൾ തന്നെ പറയൂ. എയിൽ 1 2 3 4 4 എലമെന്റ്സ്. ബിയിൽ എത്ര എലമെന്റ്സ് ആണ്? 3 എലമെന്റ്സ് ആണല്ലോ. യെസ്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി കൂടി കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി കൂടി ഒന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താണ്? 2 3 4. 2 3 4 അത് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. 2 3 4. നോക്കൂ, എൻ ഓഫ് എ, എയിൽ 4 എലമെന്റ് പ്ലസ് എൻ ഓഫ് ബി, ബിയിൽ 3 എലമെന്റ് മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ 3 എലമെന്റ്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി, അതിൽ എത്ര എലമെന്റ്സ് ആണ്? 4 എലമെന്റ്സ് ആണ്. നമുക്ക് നോക്കാം. എ യൂണിയൻ ബി 1 2 3 4. ശരിയാ, 4 എലമെന്റ്സ്. ഈ റൂള് നമുക്ക് എപ്പോഴും മനസ്സിലാവേണ്ട ഒരു റൂളാണ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ്. അതായത് ഈ നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് സോൾവ് ഔട്ട് ചെയ്യാനുണ്ട്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യെസ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലേബലിൽ കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച് കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഫൈൻഡ് ദ കോംപ്ലിമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. ഇതിൻ്റെയൊക്കെ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, എ ബി സി. ബി എന്ന് പറഞ്ഞാൽ ഡി ഇ എഫ് ജി. സി എന്ന് പറഞ്ഞാൽ എ സി ഇ ജി. ഡി എന്ന് പറഞ്ഞാൽ എഫ് ജി എച്ച് എ. അപ്പം ഈ 4 സെറ്റുകളുടെയും കോംപ്ലിമെന്റ് നമ്മൾ കാണണം. നമുക്ക് ആദ്യം നോക്കാം, എന്താണ് എ കോംപ്ലിമെന്റ് വരിക? എന്താണ് എ കോംപ്ലിമെന്റ് വരിക? എ എന്ന് പറഞ്ഞാൽ എ ബി സി. അപ്പൊ എ കോംപ്ലിമെന്റ് പറഞ്ഞാൽ എന്ത് വരും? എ ബി സി അല്ലാത്ത ബാക്കിയെല്ലാം ഡി വരും, ഇ വരും, എഫ് വരും, ജി വരും, എച്ച് വരും. ഇതാണ് എന്ത്? എ കോംപ്ലിമെന്റ്. ദെൻ വാട്ട് അബൌട്ട് ബി കോംപ്ലിമെന്റ്? ബി കോംപ്ലിമെന്റ് ഇതാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തതിൻ്റെ ആൻസർ എന്ത് വരും? എന്താണ് സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ വരിക? നമുക്ക് അതുകൂടി നോക്കണ്ടേ? എന്നാ നോക്കാം. നോക്കൂ, ബി കോംപ്ലിമെന്റ് എന്താണ് വരിക എന്നുള്ളതാണ്. ബി കോംപ്ലിമെന്റ് പറഞ്ഞാൽ എന്താണ്? ബി നോക്കുക. ഞാനിപ്പോൾ തൽക്കാലം യൂണിവേഴ്സൽ സെറ്റിനെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തു. ബി നോക്കൂ, ഡി ഇ എഫ് ജി. ഡി ഇ എഫ് ജി. ഇതിൽ ഡിയും വേണ്ട, ഇയും വേണ്ട, എഫും വേണ്ട, ജിയും വേണ്ട. ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എല്ലാ എലിമെന്റ്സിനും എന്ത് ചെയ്യുക? പിടിച്ചത് എവിടെ എഴുതുക? ബി കോംപ്ലിമെന്റിൽ എഴുതുക. എ ബി സി ഡി വേണ്ട, ഇ വേണ്ട, എഫ് വേണ്ട, എച്ച് വേണം. ഇതാണ് നമ്മുടെ ബി കോംപ്ലിമെന്റ്. ഇനി ഒരെണ്ണം കൂടി ഇല്ലേ? എന്ത്? സി കോംപ്ലിമെന്റ് എന്താണെന്നുള്ള കാര്യം കൂടിയുണ്ട്. സി കോംപ്ലിമെന്റ് എന്താണെന്ന് നമുക്ക് എഴുതണ്ടേ? സി കോംപ്ലിമെന്റ്
വേണമല്ലോ, വേണം. ഞാൻ തൽക്കാലം എന്ത് ചെയ്തു, നമ്മളിതിലേക്ക് തിരിച്ചു വന്നു. സി എന്നുള്ള സാധനം ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കിന്ന് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ നോക്കാം. നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻറ്റിലേക്ക് കിടക്കാം. എന്താണ് സി കോംപ്ലിമെൻറ്റ്? സി കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ എന്താണ്, ഏതാണ്? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACEG, ACEG. അതല്ല തൻ്റെ അടുത്ത് എഴുതാ, പിടുത്തം വിട്ടു. BDFH. ദാറ്റ്സ് ഇറ്റ്, സി കോംപ്ലിമെൻറ്റ്. ഇനി ഒരു കോംപ്ലിമെൻറ്റേ ബാക്കിയുള്ളൂ, അത് നമ്മുടെ സ്വന്തം ഡിയുടെ കോംപ്ലിമെൻ്റ് ആണ്. ഡി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടത്? FGHA ആണെന്ത്, FGHA ആണ് നമ്മുടെ ഡി. അപ്പോൾ ഡി കോംപ്ലിമെൻ്റ് പറഞ്ഞാൽ BCDE, BCDE. ഇറ്റ്സ് ഓവർ. അതെ, 4 ക്വസ്റ്റ്യൻ, 4 മാർക്ക്. അടിപൊളി, സെറ്റ്. കഴിഞ്ഞില്ലേ, കിട്ടിയില്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുണ്ട് ക്വസ്റ്റ്യന്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സെറ്റ് ചെയ്താൽ മതിയേ. നമുക്ക് നോക്കാം ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് വലിപ്പം ഉണ്ട് എന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. We are taking the universal set of the set of all natural numbers. Set of all natural numbers. Natural numbers എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ. നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് അറിയാലോ. എന്താ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7, പിന്നെ നിൽക്കില്ല, അപ്പോൾ കൊണ്ടിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? The set of natural numbers. Set of natural numbers. And we need to find the complement of the remaining questions. X is an even number, even natural number. അതായത് നമ്മളില്ലേ ഈ സാധനം മുഴുവൻ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സെറ്റാണ്, തീരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക, എഴുതുക എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പേഴ്സിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഓഡ് നാച്ചുറൽ നമ്പർ. എക്സ് വിൽ ബി ഓഡ് നാച്ചുറൽ നമ്പർ. അതായിരിക്കും എന്ത്? നമ്മുടെ കോംപ്ലിമെന്റ്. മക്കളെ, ഇനി ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. രണ്ടാമത്തെ എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ആൻസർ വരിക? ഫസ്റ്റ് വൺ. രണ്ടാമത്തെ അതിൻ്റെ ആൻസർ എന്താണ്? ഫസ്റ്റ് വൺ. എന്ത്? അതായിരിക്കും അതിൻ്റെ ആൻസർ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് വൺ ആണ്, ഫസ്റ്റിൻ്റെ ആൻസർ സെക്കൻഡ് വൺ ആണ്. അങ്ങനെയും ഉണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരേണ്ടത്? അതിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ എന്ത് വരണം? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് വണ്ണിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആണ്. എക്സ് വിൽ ബി എന്ത് ചെയ്യണം? എക്സ് എന്നുള്ള എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കാം. ഞാൻ കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഒരു വൃത്തിയിൽ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ഞാൻ എഴുതി തരാം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ നമ്പറാണ്. എക്സ് വിൽ ബി ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ മൈനസ് 3n എന്ന് പറഞ്ഞാൽ ഈ ഡിവിസിബിൾ ബൈ ദ 3 മൾട്ടിപ്പിൾ ഓഫ് 3 എന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? നാച്ചുറൽ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യണം? 3n സബ്ട്രാക്ട് ചെയ്യണം. 3 6 9 12 അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടുകയില്ല. നാലാമത്തെ എക്സ് ഈസ് എ പ്രൈം നമ്പർ. അപ്പം അതിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? അതിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? പ്രൈം അല്ലെങ്കിൽ എക്സ് വിൽ ബി എ കോമ്പോസിറ്റ് നമ്പർ. പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ്. അതാണെന്ത് വരേണ്ടത്? പ്രൈം അല്ല, അവ കോമ്പോസിറ്റ് ആണ്. പ്രൈമിന്റെ ഓപ്പോസിറ്റ് കോമ്പോസിറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതേ ഫിഫ്ത്ത് വൺ, എക്സ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് എന്നുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അതായത് എൻ സ്ക്വയർ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഏതിൽ നിന്ന്? എക്സ് എന്നുള്ളത് നമ്മുടെ ഒരു നമ്പറാണ്. ഒരു നമ്പറാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? നാച്ചുറൽ നമ്പറിൽ നിന്നും പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടല്ലോ, പെർഫെക്റ്റ് സ്ക്വയർ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ദാറ്റ് ഈസ് എൻ എന്നുള്ളത് നാച്ചുറൽ നമ്പറാണ്. ഇത്രയും ചെയ്താൽ മതി ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്. എക്സ് ഇസ് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ കോംപ്ലിമെന്റ് പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്തൊക്കെ ഇനിയുള്ള എന്ത് ചെയ്യുക? സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ എഴുതുക കേട്ടോ. നിങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി? സെറ്റ് വൽക്കരിച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇതേ എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു 8. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരിക. മക്കളെ, ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്യുമോ? നിങ്ങൾ എന്ത് ചെയ്യാം? എഴുതി നോക്കുക കേട്ടോ. എഴുതി നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. സീ ദാറ്റ്
x such that x plus 5 is equal to 8. X such that x plus 5 is equal to 8. X such that x plus 5 is equal to 8. നമുക്കിതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. x plus 5 is equal to 8 where x will be the natural number. നമ്മൾ എടുക്കുന്ന സെറ്റ് ഏതാണ്? നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ്. അതിൽ എക്സ് പ്ലസ് 5 is equal to 8 വരാൻ പാടില്ല. അത് വരുന്ന എന്ത് ചെയ്യണ്ട, നമുക്ക് എടുക്കണ്ട. അതായത് നാച്ചുറൽ നമ്പറിനൂടെ 5 ആഡ് ചെയ്യുമ്പോൾ അതെത്ര വരുന്നേ? 3 + 5 ആയിരിക്കും എന്ത്? 8. അതങ്ങനെ വരണോ? അപ്പം 3 വരണോ? 3 വേണോ? വേണ്ട. അപ്പം എന്ത് ചെയ്താൽ മതി? എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് ഏത് നമ്പറാണ്? നമുക്ക് എന്ത് ചെയ്യാം? 3 സബ്ട്രാക്ട് ചെയ്യാം. അത് ചെയ്യാം. ഇനി അതുപോലെ അടുത്തതിൽ വരുമ്പോൾ എന്ത് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് 2x plus 5 is equal to 9. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 2x എന്താ മക്കളെ വരിക? 9 minus 5 which is 4. 2x എന്നുള്ളത് 4 ആണ്. x എന്നുള്ളത് 4/2. 2x എന്നുള്ളത് എന്ത് വരാൻ പാടില്ല? 2 വരാൻ പാടില്ല. x minus 2 എന്ത് ചെയ്യണ്ട? x minus 2 വരാൻ പാടില്ല. അതേപോലെ ഓരോന്നും എന്ത് ചെയ്യണം നോക്കണം. ഇനി നമുക്ക് ഒരു 2 ചോദ്യം കൂടി ഇതിനകത്ത് ബാക്കിയുണ്ട്. നമുക്കൊന്ന് ചെയ്യണ്ടേ? നമുക്കത് ചെയ്യണ്ടേ? ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തിട്ട് 8th ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാം? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 7, 8, 9, 10 ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പാടൂ? ഇതാണെന്ത് ആ സെറ്റ് വരിക. പക്ഷേ അതിൻ്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 2 3 4 5 6 ഇതാണ് അതിൻ്റെ കോംപ്ലിമെന്റ് വരിക കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ 9th വൺ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഇന്നത്തെ സെഷനിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ 2x plus 1 greater than 10. 2x plus 1 greater than 10 ആയിരിക്കണം. അപ്പം ഞാൻ എഴുതുകയാണേ 2x plus 1 greater than 10. ഞാൻ എക്സിന് 1 ഇട്ട് കൊടുത്തു. 2 plus 1 തെറ്റി. അപ്പം എക്സിന് 1 വരില്ല. ഞാൻ എക്സിന് 2 ഇട്ട് കൊടുത്തു. അപ്പം എന്ത് വരും? 2 into 2 4 plus 1 5. ഇത് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 10. അപ്പം വരില്ല. ഞാൻ എക്സിന് 3 ഇട്ട് കൊടുത്തു. എക്സിന് 3 ഇട്ട് കൊടുത്താൽ 6 plus 1 7 അതും വരില്ല. എക്സിന് ഞാൻ 4 ഇട്ട് കൊടുത്തു. അപ്പം 8 plus 1 9 അതും വരില്ല. പക്ഷേ എക്സിന് 5 ഇട്ട് കൊടുത്തു. 10 plus 1 which is greater than 11. അപ്പം 5 മുതൽക്ക് വരും. അപ്പം അതിൻ്റെ കോംപ്ലിമെന്റ് 5 6 7 8 വരും നമ്മുടെ സെറ്റ്. പക്ഷേ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? 1 2 3 4. നമ്മുടെ കോംപ്ലിമെന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 1 2 3 4. മക്കളെ ഇതാണ് നമ്മൾ ഇന്നത്തെ കോംപ്ലിമെന്റ് എന്നുള്ള ഒരു കേസിൽ നമ്മളിപ്പം പഠിച്ചേക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. Till then children, go through the concept, study well. Bye bye.